ഷാനവാസിന്റെ നല്ല മനസ്സിനെയും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു നല്ല പ്ലാനാണെന്ന് തിരിച്ചറിഞ്ഞ ഷാനവാസ് പല പ്രാവശ്യം തന്നെ ആക്ഷേപിച്ച അനീഷിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ മോതിരം എന്റെ കൈ കയറിയിട്ട് 5 മിനിറ്റേ ആയിട്ടുള്ളൂ. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഞാനത് ഊരിത്തരാൻ എത്തി. ഒരാൾ മറ്റൊരാളെ നിരവധി തവണ ആക്ഷേപിച്ചാൽ അയാളുമായിട്ട് എങ്ങനെയാണ് സൗഹൃദം ഉണ്ടാക്കാൻ ശ്രമിക്കാം? നിധി, ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ പോയിക്കോളാം. എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടിയാൽ മതി. ഞാനിവനെ കൊടുക്കും, ഞാനിവനെ എന്റെ സുഹൃത്താക്കി മാറ്റും, ഇങ്ങനെയാണോ ആരെങ്കിലും ലോകത്ത് അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടോ? എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് തല വീണ്ടും കറങ്ങാൻ തുടങ്ങി. നിധി, ഇത്രേ ഉള്ളൂ. സാധാരണ നമ്മളൊരു സൗഹൃദം എന്ന് പറഞ്ഞാൽ ആ സൗഹൃദത്തിന് ഒരു കാരണം ഉണ്ടാവും. ആശയപരമായിട്ട് നമ്മളുമായി ചേരുന്ന അങ്ങനെ പലവിധ കാരണങ്ങളാലാണ് ഒരു സൗഹൃദങ്ങൾ ഉണ്ടാവുന്നത്, സൗഹൃദങ്ങൾ നിലനിൽക്കുന്നത്. നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. ഇത് എന്ന് പറയുന്നത് ഷാനവാസ് പ്ലാൻ ചെയ്ത് സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്നുള്ള ദേഷ്യത്തിലും സങ്കടത്തിലും തോന്നിപ്പോയതാ. അനീഷ് എന്ന് പറയുന്ന ഒരു കോമണറെ കൂട്ടുപിടിച്ച് തന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എനിക്കില്ല, ഞാനൊരു സാധാരണക്കാരനാണെന്ന് കാണിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്ലാൻ ആയിട്ട് തരുന്ന പണിയെല്ലാം കൂടെ ഏറ്റുപിടിക്കല്ലേ. ആ ബാലായി സാറിനെ സൂചിപ്പിച്ച് കുപ്പിയിലാക്കി വെച്ചിരിക്കുകയാണ്. ഇവ മഹാ സോപ്പാണ്, കൂടെ തേപ്പ്. ദോഷകരമായി ബാധിക്കാൻ പോകുന്നത് അനീഷിനെയാണെന്ന് ഞാൻ മുമ്പ് ഒരു ലൈവിൽ പറഞ്ഞിരുന്നു. അപ്പം ഇയാൾ എന്ത് ഭാവിച്ചാ ആകെ കൊളാകുന്ന മട്ടുണ്ട്. സംഗതി നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോവാണോ? ആദ്യമായിട്ടാണ് ബിഗ് ബോസിന്റെ ഒരു ടീം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതൊക്കെ നടന്നോളൂ. ഈ പറഞ്ഞ കൊടുത്തേക്ക്. സാധാരണ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ ആ സൗഹൃദങ്ങൾ പൊളിക്കുകയും